അനുമോൾ ഈ ഒരു സീസണിലേക്ക് വന്ന ദിവസം തൊട്ട് തുടങ്ങിയതാണ് ഡ്രാമ കളിക്കൽ. അതായത് പ്രേക്ഷകരെ പറ്റിക്കുക, സിമ്പതി കാർഡ് അല്ലെങ്കിൽ സെന്റിമെന്റൽ കാർഡ്, കരച്ചിൽ നാടകം ഇതൊക്കെ നടത്തി കുടുംബ പ്രേക്ഷകരെ പറ്റിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഒരു ഫെയിമിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ഫാൻ സപ്പോർട്ടുകളുണ്ട്. കുടുംബ പ്രേക്ഷകർ, കണ്ണീർ സീരിയൽ കാണുന്നുള്ള കുറച്ച് പ്രേക്ഷകരുണ്ട്. ഇവരെന്ന് പറയുന്നതൊന്നും ലൈവ് കുറെ ആൾക്കാർ കാണത്തില്ല. ഒരു നല്ലൊരു ശതമാനത്തോളം കുടുംബ പ്രേക്ഷകരൊന്നും ലൈവ് കാണാത്തത് കൊണ്ട് തന്നെ മാക്സിമം കുടുംബ പ്രേക്ഷകരെ എയിം ചെയ്തുകൊണ്ടാണ് അനിമോളുടെ ഗെയിം സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ കുറച്ച് ബ്ലൈൻഡ് ഫാൻസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ലൈവിൽ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അനിമോളുടെ സൈഡിൽ നിന്ന് ഗെയിം സ്ട്രാറ്റജികളോ നിലപാടുകളോ ആശയങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. ആകെ ചെയ്യുന്നത് എന്ന് പറയുന്നത് സിമ്പതി വർക്കൗട്ട് ആക്കുക എന്നത് മാത്രമാണ്. കുടുംബ പ്രേക്ഷകർക്കിടയിലേക്ക് സിമ്പതി കാർഡ് ഇറക്കുക, കരച്ചിൽ നാടകങ്ങൾ നടത്തുക, അതുപോലെ തന്നെ നല്ല വെള്ള ചമഞ്ഞ് മറ്റുള്ള കണ്ടസ്റ്റൻസിന് മനുഷ്യത്വം ഇല്ല, അവരൊരു മാന്യതയില്ലാത്ത രീതിയിലാണ് എന്നൊക്കെ വരുത്തി തീർക്കുക. നമ്മളെന്തോ കുടുംബത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ്, നമ്മൾ പൈസ നമ്മുടെ കയ്യിൽ അധികം PR കൊടുക്കാനില്ല, നമ്മൾ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്, മറ്റു പല കണ്ടസ്റ്റൻസുമായിട്ട് ഡിസ്കഷൻ നടത്തുക. ഇതെല്ലാം ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ട് വരുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് പല പ്രേക്ഷകർക്കും അറിയാം. ലൈവ് കാണുന്നവർക്ക്, അല്ലാത്തവർക്ക് ഇത് അറിയില്ല. ലൈവ് കാണുന്നവർക്ക് മാത്രമേ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കൽ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ശൈത്യ അനുമോൾ എന്ന് പറയുമ്പോൾ വന്നത് ഉടനെ തന്നെ അവരൊരു ഫ്രണ്ട്ഷിപ്പ് വലയത്തിലേക്ക് വരികയും പിന്നീട് അനുമോൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കും മണ്ടത്തരങ്ങൾക്കും ഒന്നും ഈ ശൈത്യ കൂടെ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് ശൈത്യയുടെ അടുത്തും ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശൈത്യയെ സംബന്ധിച്ച് ആദ്യമൊക്കെ അനുമോളുടെ കൂടെ നിന്നെങ്കിൽ പോലും പിന്നീട് മുന്നോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ശൈത്യയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിന് നമ്മൾ പ്രേക്ഷകർ തന്നെ കട്ടപ്പയെന്നും പല ഫാൻ ബേസിലുള്ളവർ പിന്നീന്ന് ഊത്തി കട്ടപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും അത് പറയേണ്ട കാര്യമില്ല. ശൈത്യക്ക് അഭിപ്രായങ്ങൾ പറയാം. അനുമോൾ കാണിക്കുന്നതിനെല്ലാം വള്ളി പിടിക്കാൻ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അനുമോളുടെ സ്റ്റാൻഡ് എപ്പോഴും ക്ലിയർ ചെയ്ത് കൂടെ നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മണ്ടത്തരം ചെയ്യുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ശൈത്യ അതിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് നടന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മൾ പിന്നീന്ന് കുത്തി കട്ടപ്പ എന്നൊന്നും ശൈത്യനെയും വിളിക്കേണ്ട കാര്യങ്ങളില്ല. അത് വൈൽഡ് കാർഡും കൂടെ ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് ശൈത്യക്ക് മനസ്സിലായി തുടങ്ങിയത് അനുമോൾ കാണിക്കുന്നതെല്ലാം വളരെ പ്ലാൻ ചെയ്തിട്ട് ഇറക്കുന്ന നാടകങ്ങളും ഡ്രാമകളുമാണ്. ശൈത്യനെ കൂട്ടുപിടിച്ചിട്ടാണ് ക്യാമറയുടെ മുന്നിലും ബെഡ്റൂമിലും പോയിരുന്ന് മറ്റു പല കണ്ടസ്റ്റൻസിനെയും തരം താഴ്ത്തുന്നതും മോശമായി ചിത്രീകരിക്കുന്നതും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലെ പല ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഈ സംഭവങ്ങൾ ഒന്നും ശൈത്യയോട് പറയുന്നതല്ല. അതൊക്കെ ക്യാമറയിൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടും ഈ ഒരു ഫാമിലി ഓഡിയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് താനൊരു പാവമാണ്, വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്ന ഒരാളാണ്, കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം ആ ഒരു എന്താ പറയുന്നത് സഹാനുഭൂതി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നാടകം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന എപ്പിസോഡുകളിലൊന്നും എല്ലാ സംഭവങ്ങളും ഒന്നും വരുന്നില്ല. എപ്പിസോഡിൽ കാണിക്കുന്ന എഡിറ്റഡ് ആയിട്ടുള്ള വേർഷനിൽ ഇവർ നോക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് അനുമോളെ ആക്രമിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അനുമോളെ പല രീതിയിൽ കോർണർ ചെയ്യുന്നു. നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വോട്ട് കിട്ടിയില്ല, എല്ലാവരും കൂടെ ആക്രമിക്കുന്നു, ഗെയിം കളിക്കുന്നില്ല. ആ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ മറക്കുവാണ്. ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി, സിമ്പതി കാർഡ് ഒക്കെയാണല്ലോ അവിടെ വർക്കൗട്ട് ആകുന്നത്. ശരിക്കും അതൊന്നും അല്ലാണ് നടക്കുന്നത്. ആരും അനുമോളെ ആക്രമിക്കുന്നില്ല, അനുമോളെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ മേടിച്ചു പറ്റുക, അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് മറ്റുള്ളവരെ എല്ലാം തനിക്ക് നേരെ തിരിപ്പിച്ച് അവരെല്ലാം തന്നെ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അനുമോൾ ഉണ്ടാക്കുന്നതിന്റെ ബാക്കി അവർ റിപ്ലൈ കൊടുക്കുന്ന ഭാഗങ്ങളും അവരുടെ റെസ്പോൺസുമാണ് ഈ എഡിറ്റ് ചെയ്ത പോർഷനിലും അതുപോലെ തന്നെ എപ്പിസോഡുകളിലും എല്ലാം കാണുന്നത്. ഇത് മറ്റു പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അവർ തിരിച്ച് അനുമോൾക്കെതിരെ പ്രതികരിക്കുന്ന ഭാഗങ്ങളാണ് എല്ലാവരും കാണുന്നത്. അത് എല്ലാവരും കൂടി ആയി കഴിയുമ്പോൾ ഒരു കൂട്ടമായിട്ടുള്ള ആക്രമണമായിട്ടാണ് കരുതുന്നത്. ശരിക്കും ഇതിനെ പറ്റി ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ആരും ഇല്ലാത്തടത്ത് കൂട്ടമായിട്ടോ തനിച്ചോ വന്ന ഒരാൾ നിങ്ങളെ തല്ലി ചതച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആരും കാണുന്നുണ്ടാകുന്നില്ല. അതിന് പ്രതികാരം എന്നോണം നിങ്ങൾ ഒരു പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചിട്ട് ഈ പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ തിരിച്ചടിച്ചു, നിങ്ങൾ പ്രതികാരം വീട്ടിയതാണ്. നിങ്ങൾ തന്നിച്ചായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടമായിട്ടോ പോയിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവരെല്ലാവരും എന്താണ് പറയുന്നത്? ഒരു പാവത്തിനെ തല്ലി ചതച്ചു, നിങ്ങൾക്കെതിരെയായിരിക്കും ജനങ്ങൾ തിരിയുക. അതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങളും അതിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ആരും തിരക്കുന്നില്ല. ഇത് തന്നെയാണ് അനുമോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടമായിട്ടുള്ള ആക്രമണം നടന്നു, എല്ലാവരും കോർണർ ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് പ്രോപ്പറായിട്ട് ലൈവ് കാണുന്നവർക്ക് മാത്രമേ ഇതിന്റെ തുടക്കം അനുമോളിൽ നിന്നാണ് എന്ന് മനസ്സിലാകത്തുള്ളൂ. എല്ലാ ദിവസവും അനുമോൾ തന്നെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, മറ്റുള്ളവരെ വെറുപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ കിച്ചൺ ടീമിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാതെയും ഫുഡ് മേടിക്കാൻ വരുന്നവരെ ആ ടീം അധിക്ഷേപിച്ചും അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ നടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ പ്രതികരിക്കുമ്പോൾ പിന്നെ അതൊരു കൂട്ടമായിട്ടുള്ള ഒരു പ്രശ്നമാകുമ്പോൾ എല്ലാവരും കൂടെ വരും. അതിൽ നിന്ന് മാറി നിന്ന് കരച്ചിലും അതുപോലെ തന്നെ ക്യാമറയിൽ സ്പേസിൽ പോയിട്ട് എല്ലാവരും കൂടെ തനിക്ക് നേരെ തിരിയുന്നു, തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സിമ്പതി വർക്കൗട്ട് ആക്കും. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ പല പോർഷൻസും കട്ടായി പോകും. ഇതിൽ അനുമോളെ ആക്രമിക്കുന്നു എന്ന രീതിയിലേക്ക് മാത്രമായിട്ട് വരും. അപ്പം ഇതാണ് അനുമോൾ ശരിക്കും വർക്കൗട്ട് ആക്കി ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ പ്രേക്ഷകരും മനസ്സിലാക്കണം. ഷൈത്തി ഇത് മനസ്സിലാക്കിയതിന് ശേഷം ആദില നോറയോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേയും ഇവര് ബെഡ്റൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ മേക്കപ്പ് റൂമിലോ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അനുമോളുടെ പദ്ധതികളും പ്ലാനുകളും ഇതാണ്, മൊത്തം ഡ്രാമയാണ്. ഇന്നലെയും ഇത് തന്നെ പറയുന്നുണ്ട്. ഇവര് സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ അനുമോൾ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവള് വന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നും നമ്മളോട് പറയുന്നതോ നമ്മളോട് ഷെയർ ചെയ്യുന്നതോ അല്ല, ഇവള് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇവളൊരു പാവമാണ്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പോലും ഹ്യൂമാനിറ്റി ഉള്ള ആളാണ്, പാവപ്പെട്ട അടുത്തുനിന്ന് വന്നതാണ്, കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിച്ചൊരു സിമ്പതി പറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈത്തിക്ക് മനസ്സിലായി. അത് ആദില നൂറയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ പല പ്രേക്ഷകർക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അവിടെ പല കണ്ടസ്റ്റൻസും അത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പലരും അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അനുമോൾക്കെതിരെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നതും. സോ ഈ ഒരു സംഭവം മനസ്സിലാക്കിയെന്ന് തോന്നിയത് കൊണ്ടാണ് ഷൈത്തയുടെ അടുത്തും കുറച്ച് അകലം ഭാവിക്കുന്നുണ്ട്. ഷൈത്തയെ മാക്സിമം മാറി മാറി വേറെ ഒരു ഗ്യാങ് ഒക്കെ പിടിച്ച് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും അധികം വെറുപ്പൊന്നും കാണിക്കാതെ ശ്രമിക്കുന്നുണ്ട് ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട്. ബട്ട് ഒരു അവസരം കൊടുക്കുന്നില്ല അനുമോൾക്ക് ഒരു ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട്. എന്നാൽ പോലും ആദില നൂറേനെ കൂട്ടുപിടിച്ച് മാക്സിമം ക്യാമറയിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. മാക്സിമം ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു സ്ക്രീൻ സ്പേസ് പിടിക്കാൻ നോക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ആക്കാൻ നോക്കുന്നുണ്ട്. എനിവേസ് നിങ്ങൾ പ്രേക്ഷകരും ഇതേപ്പറ്റി വ്യക്തമായിട്ട് ചിന്തിച്ച് വ്യക്തമായി കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഇതുപോലെയുള്ള നാടകങ്ങൾ നടത്തി വരുന്നവരെ ഒന്നും വിജയിപ്പിക്കാതെ ഇരിക്കുക. കാരണം എല്ലാ സീസണിലും ഇതുപോലെയുള്ള നാടകങ്ങൾ നടത്തി നമ്മൾ പ്രേക്ഷകരെ പറ്റിച്ചും പ്ലാൻ ചെയ്ത് വരുന്നവരും ഒക്കെ കാണും. ഗെയിം കളിച്ചോളട്ടെ, പ്ലാൻ ചെയ്ത് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്തുകൊള്ളട്ടെ, പക്ഷെ ഗെയിമും പെർഫോമൻസും ഒക്കെ വേണം. അല്ലാതെ വെറുതെ നാടകം നടിച്ച് നമ്മളെ പറ്റിച്ചാരെയും ജയിപ്പിക്കാൻ നിങ്ങൾ നോക്കരുത്. നിങ്ങൾ പ്രോപ്പറായിട്ട് വിലയിരുത്തിയിട്ട് ഇതുപോലെയുള്ള ഫേക്ക് നാടകങ്ങൾ നടത്തുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാതെ പ്രോപ്പറായിട്ട് വിലയിരുത്തിയതിന് ശേഷം അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരിക. അല്ലാത്തവരെയൊക്കെ അടിച്ച് വെളിയിൽ കളയാനുള്ള കാര്യങ്ങൾ നോക്കുക. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.